എം ജിയുടെ ഒരു വെരി സ്പോർട്ടി വെരി ലക്ഷറിയസ് സെഡാനായിട്ടുള്ള MG7 ആണിത്. സ്കോഡ സൂപ്പർബ്, ടൊയോട്ട ക്യാമറയൊക്കെ ആയിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം. വെരി സ്പോർട്ടി എന്ന് വിളിക്കാൻ കാരണം അതിന്റെ എഞ്ചിന്റെ പവറും പെർഫോമൻസും കൊണ്ട് മാത്രമല്ല, അതിന്റെ ആ ഒരു എക്സ്റ്റീരിയർ ഡിസൈനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ ഏതൊരു ആംഗിളിൽ നിന്ന് എടുത്ത് നോക്കുകയാണെങ്കിലും വളരെ സ്പോർട്ടി ആയിട്ടുള്ളത് നമുക്ക് ഫീൽ ചെയ്യും. ആ ക്വാഡ് എക്സോസ്റ്റും പിന്നെ വളരെ സ്പോർട്ടി ആയിട്ടുള്ള സ്പോയിലറും ഫ്രെയിംലെസ് ഡോർസും പിന്നെ ആ ഓവറോൾ ഷേപ്പും. ഇനി ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെയധികം ലക്ഷറിയസ് ആയിട്ടുള്ളതാണ്. ഈ MG7 രണ്ട് എഞ്ചിൻ ഓപ്ഷനിൽ അവൈലബിൾ ആണ്. 1.5 ലിറ്റർ എഞ്ചിനും 2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനും. ഈ 1.5 ലിറ്റർ എന്ന് പറയുന്നത് അതിന്റെ ഒരു ലെസർ പവർ ഉള്ള ഒരു ഒന്നും കൂടി ചീപ്പർ ആയിട്ടുള്ള ഒരു എഡിഷൻ. അതിൽ വരുന്നത് 185 ഹോഴ്സ് പവറും 300 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ് വിത്ത് 7 സ്പീഡ് ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ. ഇനി അതല്ല 2 ലിറ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ അതാണ് ഇതിന്റെ ട്രോഫി എഡിഷൻ, അതായത് ഏറ്റവും ടോപ്പ് എഡിഷൻ. അതിൽ വരുന്നത് 261 ഹോഴ്സ് പവറും 400 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ് വിത്ത് 9 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ. മാക്സിമം സ്പീഡ് വരുന്നത് 230 കിലോമീറ്റർ പെർ ഹവർ ആണ്. അപ്പൊ എങ്ങനെയുണ്ട് ഈ MG7? മിഡിൽ ഈസ്റ്റിൽ താമസിക്കുന്നവർക്കും മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്നവരൊക്കെ വളരെയധികം ഫെമിലിയർ ആയിരിക്കാം ഈ MG7. MG കറന്റ്ലി ഇന്ത്യൻ മാർക്കറ്റിൽ ഇറക്കുന്ന വാഹനങ്ങൾ നോക്കുകയാണെങ്കിൽ കുറച്ച് SUVസും കുറച്ച് ഇലക്ട്രിക് കാറുകളും അല്ലാണ്ട് ഒരു സ്പോർട്ടി സെഡാൻ വേർഷൻ എന്നൊരു ഐറ്റം ഇല്ലല്ലോ. അങ്ങനെയുള്ള ഒരു സ്ഥിതിക്ക് ശരിക്കും MGക്ക് ഈ ഒരു MG7 ഇന്ത്യൻ മാർക്കറ്റിലേക്കൊക്കെ വേണമെങ്കിൽ കൊണ്ടുവരാം. അവർ എന്തുകൊണ്ടാണ് ഇതിവിടെ കൊണ്ടുവരാത്തത് എന്നുള്ളതാണ്. അപ്പൊ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്?